പത്തനാപുരം ചിതൽവെട്ടിയിൽ SFCKയുടെ റബ്ബർ തോട്ടത്തിൽ തീപിടുത്തം. അഗ്നിരക്ഷാസേന തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ്. AV ജയശങ്കറാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, വലിയ തീപിടുത്തമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ഉന്മേഷ്, പത്തനാപുരം ചിതൽവെട്ടിയിലെ SFCKയുടെ 20 ഏക്കറോളം റബ്ബർ തോട്ടത്തിലാണ് വൈകിട്ടോടുകൂടി തീപിടുത്തമുണ്ടായത്. ഈ സമീപ പ്രദേശത്തുള്ള ഒരു പറമ്പിൽ, സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് തീ റബ്ബർ തോട്ടത്തിലേക്ക് വ്യാപിച്ചു എന്നാണ് നാം നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ പുനലൂർ, അടൂർ, പത്തനാപുരം ഉൾപ്പെടെയുള്ള ഡിപ്പോകളിൽ നിന്ന് 4ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ടാങ്കർ ലോറിയിലും മറ്റും വെള്ളം എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയുടെ എല്ലാം തന്നെ പരിമിതി ആദ്യഘട്ടത്തിൽ നേരിട്ടിരുന്നു. എന്തായാലും നിലവിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ SFCKയുടെ ചെയർമാനുമായി, MD-യുമായി മറ്റും നമ്മൾ ബന്ധപ്പെടുന്ന ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മരങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ച് വലിയൊരു നഷ്ടം, ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായെന്ന് അദ്ദേഹം പ്രാഥമികമായി തന്നെ ഈ കാര്യത്തിൽ വിവരങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും തീ അടയ്ക്കാനുള്ള ഒരു ശ്രമം നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലമാണ്, അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് വലിയ ചൂടാണ്. അത് തീ ആളിപ്പടരാനും ഇതിന്റെ വ്യാപനം കൂടാനും കാരണമാകും. വൈകിട്ടോടുകൂടി ഈ കാലാവസ്ഥയും മറ്റും മാറുന്നൊരു ഘട്ടത്തിൽ കൂടുതൽ ഫയർ എഞ്ചിനുകളും മറ്റും എത്തിച്ച് തീ പൂർണ്ണ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. എന്തായാലും നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. വലിയ തോതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തൽ. പക്ഷേ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായി എന്ന കാര്യമാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ തൊട്ടടുത്തേക്ക് ഈ ജനവാസ മേഖലയുണ്ടോ, അതോ മറ്റ് ഏതെങ്കിലും തരത്തിൽ കാടുകളൊക്കെയുള്ള പ്രദേശമാണോ? അപ്പോൾ ആ തരത്തിലൊരു മുൻകരുതൽ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ടോ ജയശങ്കർ? നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ മറ്റൊരു തീപിടുത്തം ഉണ്ടായതും അത് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയതും. ജയശങ്കർ, അതായത് ഉന്മേഷ, ഈ റബ്ബർ തോട്ടത്തിന് സമീപമായി തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ലയമുണ്ട്. അത് വളരെ അടുത്ത് തന്നെയാണ്, ഈ തോട്ടത്തിന് അടുത്ത് തന്നെയാണ് ഈ ലയം സ്ഥിതി ചെയ്യുന്നത്. ആ ലയം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് തീ പടരാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഫയർഫോഴ്സിന്റെയും മറ്റും ഭാഗത്തുനിന്നുണ്ട്. കാരണം അങ്ങോട്ട് തീ പടരുകയാണെങ്കിൽ അതിന്റെ വ്യാപ്തി കുറച്ചധികം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ ഈ 4ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി. ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നും കൊല്ലത്തുനിന്നുള്ള 4ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഒപ്പം തന്നെ ഈ വാട്ടർ ടാങ്കിലും വലിയ തോതിൽ വെള്ളം എത്തിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ഈ വാഹനങ്ങൾക്കും മറ്റും, ഫയർഫോഴ്സ് വാഹനങ്ങൾക്കും മറ്റും എത്താൻ വലിയ ചെറിയ തോതിലുള്ള പരിമിതി നേരിടുന്ന സ്ഥലമാണ്. ഇതിന്റെ ഭൂപ്രകൃതി അങ്ങനെയാണ്. അതാണ് ആദ്യഘട്ടത്തിൽ ചെറിയ വെല്ലുവിളിയായത്. പക്ഷേ നിലവിൽ ഈ ഫയർ യൂണിറ്റുകളൊക്കെ എത്തിച്ച് ഈ ലയത്തിലേക്ക് മറ്റും തീ പടരാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ എന്തായാലും ഫയർഫോഴ്സിന്റെയും മറ്റും ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും വലിയൊരു നാശനഷ്ടം ഈ തീ പിടുത്തത്തിൽ ഉണ്ടായി എന്നാണ് പ്രാഥമികമായി SFCK MD തന്നെ നമ്മൾ സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും ഇതിന്റെ കണക്കെടുപ്പ് ഉൾപ്പെടെ നടക്കണം. ആദ്യഘട്ടത്തിൽ നിലവിൽ തീ അണയ്ക്കുക എന്ന് തന്നെയാണ് പ്രാധാന്യം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. നിലവിലും ഇതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ തുടരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ വലിയ തോതിൽ വലിയ ആശങ്കയിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഫയർഫോഴ്സിനെ കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഉന്മേഷ്, ശരി. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന്റെ റബ്ബർ തോട്ടത്തിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വലിയ നാശമുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്.